ഷാജി, അരുൺ മിഥില, രാമൻകുട്ടി, യദുകൃഷ്ണ മുരളി മന്ദിരം, ബഷീർ, ആദിദേവ് എസ് നായർ, ചിരുതേരി, ലീന മുരളി ചുലൂർ, ആമിന, ശ്യാമ സഞ്ജയ് കൊളാട്ട്, തങ്കമണി, പ്രേമലത കൃഷ്ണദാസ്, മുരളി മന്ദിരം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം മദ്യം മഹാദുരന്തം. രചന സംവിധാനം മുരളി ചുലൂർ. അങ്ങനെ ആയിരിക്കണം പുത്ര. പുത്ര പോരൂ, പുത്ര പോരൂ. എന്താ മച്ച ഉറക്കത്തെ കണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നേ? ഞാൻ നന്നായിട്ട് ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. ഉറങ്ങിയെന്ന് മാത്രമല്ല, ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കാണുകയും ചെയ്തു. പുരാണത്തില് പോരുവിന്റെ കഥയാ ഞാൻ ഉറക്കത്തിൽ കണ്ടത്. അച്ഛന് വേണ്ടി യൗവനം നൽകിയ മോന്റെ കഥ. ചന്ദനാദി എണ്ണ തലയിൽ തേച്ച് കുളിച്ചപ്പോ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടിയതാ. അതുകൊണ്ടാ നല്ല സ്വപ്നം കാണുന്നത്. ഇതൊരു സ്വപ്നാന്ന് മാത്രം വിചാരിച്ചാ മതി. ഈ പറഞ്ഞത് ശരിയാട്ടോ. അച്ഛനെയും അമ്മേനെയും നന്നായിട്ട് നോക്കുന്ന മക്കള് ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവുക. നല്ല മക്കൾ ഉണ്ടാണെങ്കിലേ നല്ല സുഹൃതം ചെയ്യണം. എത്ര സുഹൃതം ചെയ്താലും ഓരോരു പോലത്തെ ഒരു മോനെ കിട്ടാൻ ഇത്തിരി പാട് തന്നെയാണ്. നിങ്ങൾ ഓരോ നോക്കത്ത് കണ്ടിട്ട് വേദാന്തം വേണ്ടല്ലേ? എടി, വേദാന്തം ഒന്നല്ല, നമ്മളുടെ ഇടയിൽ നടക്കുന്ന കാര്യ ഞാൻ പറഞ്ഞത്. ഈ പോയിട്ട് ഇത്തിരി കഞ്ഞി കണ്ടെടുത്തോ. അല്ലേനെ അല്ലാത്തൊരു കാഴ്ച. വൈദ്യരെ കടുപ്പം കൂടിയ മരുന്ന് കുടിച്ചിട്ടായിരിക്കും. എന്തൊരു കാഴ്ച, എന്തൊരു കാഴ്ച അത്. അല്ല, എന്തിനാ ഞാനിപ്പോ മരുന്ന് കുടിക്കുന്നത്? എന്താ പൊറ്റ സുഖേട്. പച്ച മലയാളത്ത് പറഞ്ഞ ഭ്രാന്ത്. ഭ്രാന്താന്ന് പാരാ പറഞ്ഞേ? ഓരോന്നങ്ങോട്ട് ധരിച്ചുണ്ടാക്കും. ഞാൻ പറഞ്ഞോ ഇതൊക്കെ ഭ്രാന്താന്ന്? അല്ല, ഈ പറഞ്ഞില്ല. എന്നാലേ നമ്മളെ മോൻ പറഞ്ഞില്ലേ, അത് ഈയോ കേട്ടതല്ലേ? കള്ള് കുടിച്ച് തലയ്ക്ക് വെളിയില്ലാത്ത ഓൻ പലതും പറയൂ. ഇങ്ങളെ ഇത്രയും കാലം നിങ്ങളെ കൂടെ കിടന്ന എന്റെ വർത്താനം കേട്ടാ മതി. എനിക്ക് ഭ്രാന്തില്ലാന്ന് അങ്ങോട്ട് വിചാരിക്ക. എന്നാല് ഈ മറവി ഓർമ്മകളും ഉറക്കല്ലായ്മൊക്കെ എന്താണ്? വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട. ചൂടാറുന്നതിന് മുമ്പ് ആ കഞ്ഞി അങ്ങോട്ട് കുടിച്ചോളി. ചിന്തയെ എന്റെ ആ കൈയോണ്ട് എനിക്ക് ഒരു പ്രായം കഞ്ഞി കോരിക്കൊണ്ട. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല, എന്റെ കൈയോണ്ട് ഇത്തിരി കഞ്ഞി കുടിക്കാനുള്ള പൂതിയോണ്ടാ. എന്തുണ്ട് കൂടെ ഉണ്ടാവുന്ന മനസ്സിലൊന്ന് ഓർപ്പിക്കാനാ. എന്നാലേ ആ വിശ്വാസം തെറ്റിക്കണ്ട. വയസ്സുകാലത്ത് ഒരു ഏനാന്തോ. സ്നേഹത്തിനളവുപോൽ തേടുന്നു മത്തിൻ ഇണയുടെ സാന്ത്വന ഭജനങ്ങളിൽ. വാർദ്ധക്യ വിവശമാം ഹൃദയങ്ങളെത്രയും താങ്ങും തണലും കൊതിച്ചിടുമ്പോൾ കുറച്ച് കോയമാന്തരം ഉണ്ടാക്കല്ലേ?
ഞാൻ ഇത്തിരി സന്തോഷമായി വന്നപ്പോ ഈ പകച്ചി ദേടെ പോയി കിടക്കുക. ഞാനിവിടെ ഉണ്ടാവിനെ അടുക്കളയിൽ ഇത്തിരി പണിയിലേ. എടി നമ്മള് സുബൈമോനില്ലേ നേരം വെളുക്കുമ്പോഴത്തേക്ക് ദുബായിൽ എത്തിക്കണ്. ഇത്ര നേരായിട്ടോ ഓ നേരെ പോയി കുത്തിരിക്കുക. എടി ഓ വിമാനത്തിനൊക്കെ കേറി ഇറങ്ങി വന്നതല്ലേ. വന്നേ ബാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടപ്പോ ഞമ്മള് പറഞ്ഞു നീ ഇത്തിരി കിടന്ന് ഉറങ്ങിക്കൊണ്ടാ ഓൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ഓന്റെ മുൽപ്പാല് കൊറേ കുടിച്ചതല്ലേ, അതിന്റെ മയത്തോ ഓൻ കാണിക്കൂലേ. ഞമ്മക്കിപ്പോഴും ആ കുണ്ടന്റെ കാര്യം ഓർക്കുമ്പോ നെഞ്ചത്ത് പിടപ്പാ. ഓനെ പെറ്റേന്റെ 3-ാം മാസത്തിലല്ലേ ഓന്റെ ഉമ്മ സുബൈദ പാമ്പ് കടിച്ച് മയ്യത്തായത്. മുലപ്പാല് കിട്ടാതെ ഞമ്മളെ കുട്ടി ബസന്ന് കരഞ്ഞപ്പോ ആ നിജല്ലേ ഓന് മുലപ്പാല് കൊടുത്ത്. വിശപ്പിന്റെ മുന്നിലും ദുരിതത്തിന്റെ മുന്നിലും ജാതിയും അതൊന്നുമില്ല അവനെ. എന്റെ മാപ്പിളി എന്റെ കെട്ടിയോനോ ചെറുപ്പത്തിലേ തോളത്ത് കയ്യും വെച്ച് നടന്നതല്ലേ. അങ്ങനെയുള്ള ഓല സ്നേഹം നമ്മള് പെണ്ണുങ്ങള് മനസ്സിലാക്കണ്ടേ. അന്നോട് ഞമ്മക്ക് പെരുത്ത് കടപ്പാടുണ്ട് ചിന്തയെ. എന്നോടല്ല എനക്ക് കടപ്പാട് വേണ്ടത്, എന്റെ മോൻ രാമൻകുട്ടിയോടാ. രാമൻകുട്ടി കുടിക്കേണ്ട മുൽപ്പാലാ എന്റെ മോൻ സുബൈർ കുടിച്ചത്. അതിനെന്താ, ഓല് രണ്ടാളും ഒരു ഉമ്മാന്റെ മക്കളെ പോലല്ലേ. ഇതേ സുബൈർ ദുബായിന്ന് കൊണ്ടുവന്ന 1-ാം തരം കാരക്ക. ഓന്റെ വരവിന്റെ സന്തോഷം ഈ കാരക്കയിൽ ഒതുക്കുകയല്ലേ. എന്നാലേ അത് പോരെങ്കിൽ ഞമ്മടെ വകയായിട്ട് ഇതും കൂടി വെച്ചോ. 1-ാം തരം അത്തറ ഇത് പൂച്ചാലേ 1 മാസത്തേക്ക് കുളിക്കണ്ട. അല്ല അന്റെ കെട്ടിയോ ചീരു കണ്ട മൂപ്പരാൾ പോയി. ഇവിടെ ഇല്ലേ മൂപ്പർക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിക്കേ. നോക്കി ഇങ്ങോട്ടൊന്ന് വരി. സുബൈർ ദുബായിന്ന് വന്ന വകയില് നിനക്ക് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോലെ. അല്ല, സുബൈർ എപ്പോഴാ ദുബായിന്ന് വന്നത്? അതെ, ഒറ്റെന്താ കൊണ്ടുവന്നത്? ഒരു ഞെക്ക് ഞെക്കിയ കത്തണ വളക്ക ഇവിടുന്ന് കത്തിച്ചാല് വയലിന്റെ അക്കര വരെ കാണാം. രാത്രി ഇറങ്ങി നടക്കാൻ ചോട്ട് കൊണ്ട് നടക്കണ്ടല്ലോ. അല്ല, ഇതൊക്കെ കൊടുത്തയച്ചിട്ട് ഓൻ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഓ കുറച്ചഴിയുമ്പോ ഇങ്ങോട്ട് വരുമോ? ഇന്നലെ ബേജാറാവല്ലേ. കാരണം ഓന്റെ വല്യപ്പയും വല്യമ്മയും ചങ്ങായി ഒക്കെ ഇവിടെ ഉള്ളേ. ചങ്ങായിനെ കാണാനേ ഓൻ എന്തായാലും വരും. എന്നാലേ ചങ്ങായിനെ കാണാൻ കള്ള് ഷാപ്പ് തന്നെ പോകേണ്ടി വരും. എന്ത് ചെയ്യാനാ മക്കൾ കുരുത്തം കെട്ടുപോയാൽ. പഠിക്കുന്ന കാലത്ത് എന്തോ ഒരു നല്ല കുണ്ടനായി പോയി. നിങ്ങള് വല്ലാണ്ട് അങ്ങോട്ട് ഓമനിച്ച് അതാ പറ്റി. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓനെ വല്ലാതെ ഓമനിച്ചു. അതാ കോലത്തായി പോയി. അല്ല, ഓന് കെട്ടോട് തങ്കമണിയാട് പോയി. ഓട് പിന്നാമ്പർ തേടിയോണ്ട് കൊറേ ദിവസമായി തലവേദനയായിട്ട് നടക്കുക. ഓൾ അന്യജാതിക്കാരിയായ കുട്ടിയാണേലും തൊള്ളെ കൈയിട്ട കടിക്കാത്തൊരു പാവം പെണ്ണ. ഓൾ അത്ര പാവമായതുകൊണ്ടാ ഓൻ എത്ര ഏത്തം കിട്ടിയത്. ഒന്ന് കിട്ടിയാലേ 2 എണ്ണം തിരിച്ചു കൊടുക്കുന്ന പെണ്ണാ വേണ്ടിയത്. ഞമ്മക്കൊരു പണിയില്ല. സുബൈറിനോട് ഓനമല്ല ദുബായിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവിടുത്തെ ബിലീസ് പിടിച്ച കുണ്ടമാരെ കൊടുത്തുനിന്ന് രക്ഷപ്പെട്ടാലേ ഒരു പക്ഷേങ്കിലും ഓനങ്ങ് നന്നാവുന്ന്. രാമിനെ ഓനിട നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്കും മരിക്കും വരെ ഓനെ ജീവനോടെ കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും അറബികള് ഓനെ ദുബായിന്ന് തല്ലി കൊല്ലു. മാണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ. ആമിന, ഇജ്ജൊന്ന് വേഗം ഇങ്ങോട്ട് വാ. ഞമ്മക്കേ പള്ളി പോകാൻ സമയായിനേന്ന്. ഹലോ,
ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് മറന്നുപോയി. എന്നാലേ പിന്നെ കാണാട്ടോ, നമ്മൾ പോയിട്ട് വരാം. മക്കളായാലോ മരുമക്കളായാലോ നന്നായി തീരണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം. അല്ല മോളെ, ഈ എങ്ങോട്ടാ പെട്ടി തൂക്കി പിടിച്ച്? മോളെ എങ്ങോട്ടാ പോണേ? എന്റെ അച്ഛനും അമ്മയും എന്നോടൊന്നും വിചാരിക്കരുത്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. അപ്പോ ഈ പോവാൻ തന്നെ തീരുമാനിച്ചോ? അച്ഛാ, ഞാൻ വല്ലാത്തൊരു ഗതികേടിലായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? അല്ലെങ്കിലും ഞാനെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? എന്നെ തടയാനോ സമാധാനിപ്പിക്കാനോ വയ്യാത്ത ഞങ്ങൾക്ക് കഴിയൂല. കള്ള് കുടിച്ച് തോന്നിയാസം കാട്ടി നടക്കുന്ന മോനെ നേരെ ആവുന്നുള്ള വിചാരമൊന്നും ഞങ്ങൾക്കില്ല. ഇനി ഇവിടെ നിന്നാല് ഓരെന്നെ കൊല്ലു. അതും കൂടി കാണാൻ ഞങ്ങൾക്ക് ആവൂല. ഇപ്പൊ അവൾക്ക് തോന്നുന്നില്ലേ സ്വന്തം അച്ഛനെയും അമ്മേനെയും മറന്ന് അന്യ ജാതിക്കാരന്റെ കൂടെ ഇറങ്ങി പോരണ്ടായിനോന്ന്? അക്കാര്യത്തില് ഓളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യോ? പഠിപ്പും പത്രോസും ഉള്ള അമ്പള മോൻ ഒരു ജോലിക്കാരനാവോന്ന് ഓൾ ഉറച്ച് വിശ്വസിച്ചു. അതിന്റെ പേരില് നല്ലൊരു ജീവിതവും സ്വപ്നവും കണ്ട് ഓളോന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോന്നു. അതിനിപ്പോ ഓളെ കുറ്റം പറയണോ? എത്ര പോതി വെച്ചാ നമ്മൾ ഓനെ പോറ്റിയത്. അച്ഛനായ ഞാൻ ഓന്റെ അടുത്ത് കുത്തിരുന്ന് കൊഞ്ചിച്ചിട്ടില്ലേലും അങ്ങ് ദൂരെ കോലോത്തെ തമ്പുരാന്റെ കേക്കമലയെ തോട്ടത്തില് അട്ടേന്റെ കടിയും കൊണ്ട് നയിച്ചിട്ടാ ഓനെ പോറ്റിയതും പഠിപ്പിച്ചതും. ഒടുക്കോ ചങ്ങായിമാരെ കോർത്ത് കൂടി ഒമ്പയുടെ കൈ പോയി. ഈ അമ്മ ചോദിക്കുന്നേല് എന്റെ കുട്ടി ഒന്നും വിചാരിക്കരുത്. എന്റെ മോൻ കെട്ടിയ താലി മറന്നോണ്ട് ഈ പാവപ്പെട്ട അച്ഛനെയും അമ്മേനെയും വിട്ടുപോകാൻ മോക്ക് പറ്റുമോ? എന്റെ അമ്മ, എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം. രാമേട്ടൻ എന്റെ കഴുത്ത് കെട്ടിയ താലിയും കൂടി പിടിച്ചേർച്ചോണ്ട് പോയി കള്ള് ഷാപ്പിലെ കടം തീർക്കാൻ. ഈശ്വരാ, എല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കായിരുന്നു. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇല്ലല്ലോ. എന്റെ മോള് ഇവിടെ നിൽക്കണം കേട്ടോ. എന്റെ കണ്ണീര് വീണാലേ കുടുംബം വെന്ത് വെണ്ണീരായി പോവും. മോളെ, എന്റെ ഭർത്താവിന് ജന്മം കൊടുത്തു പോയതിന്റെ പേരില് പാപിയായ ഈ അച്ഛനെയും അമ്മേനെയും കൂടി ഈ ശപിക്കരുത് കേട്ടോ. എന്റെ അമ്മ, സഹിക്കാൻ പറ്റുന്നതിന് കൂടുതൽ ഞാൻ സഹിച്ചു. ഇനി ഈ ചവിട്ടുകുത്തും കൊള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവുക. എന്റെ മോള് വേഗം പോയിക്കോ. ഓൻ കള്ള് കുടിച്ച് 4 കാൽമല് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് കഴിച്ചതായിക്കോ. എന്റെ മുത്തപ്പ, എത്ര ആൾക്കാരാ കള്ളുറാക്കം കുടിച്ചിട്ട് നശിച്ചു പോണത്. ഈ നശിച്ച കള്ളുടീന്റെ പേരില് എത്ര എത്ര അമ്മമാരും കുട്ടികളും വയ്യാതാരായി പോണേ. ആ പട്ടി കുറയ്ക്കണ്ടല്ലോ. ആരങ്ങോട്ട് വരുന്നേ? മോനെ 4 കാൽമല് വരുന്നുണ്ടല്ലോ. ഓ മൂക്കറ്റം കുടിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. വേണ്ട പട്ടിയെ, ഏട്ടാ, ഈ രാമൻകുട്ടിയോട് പറയാൻ നിൽക്കല്ലേ. സ്വന്തം തന്തയും തള്ളയും കൊറേ കുറച്ചതാ. എന്നിട്ട് എന്തുണ്ടായി? മോന്റെ ഇന്നത്തെ വരവ് നല്ല ഉഷാറാണല്ലോ. കള്ളു കുടിക്കാൻ വേണ്ടി കെട്ടിയ പെണ്ണ് താലി വിറ്റില്ലടായി. എടാ കുറച്ച് കേട്ടോനെ, എന്തിനാടാ ഈ വയസ്സുകാലത്ത് മനസ്സമാധാനം നശിപ്പിക്കാൻ ചിറ്റ വയറ്റിൽ വന്ന് പറഞ്ഞേ?
ചോദ്യം ഒരൊന്നൊന്നര ചോദ്യ. ഈ രാമൻ എന്തിനാ ഭൂമിയിൽ അവതരിച്ചത്? അച്ഛന്റെ അമ്മേന്റെയും മുമ്പിൽ വന്ന് ഇങ്ങനെ കള്ള് കുടിച്ച് തോന്നിയത് കളിക്കാൻ ഞങ്ങൾക്ക് നാണല്ലല്ലടാ. ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് എത്തിടി സൗകര്യം തന്നോടെ നടക്ക്. വേണ്ട, അങ്ങനെയൊന്നും ഈ രാമൻകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ബാല്യകാലത്തെ കൊഞ്ചിക്കാനും ലാളിക്കാനും പിതാശ്രീ അരികിലുണ്ടായിരുന്നില്ലല്ലോ. അടുത്തിരുന്ന് പുന്നാരിച്ചില്ലെങ്കിലും ഒരച്ഛന്റെ കടമ ഞാൻ മറന്നുപോയിട്ടില്ലല്ലോ. എടാ, കോലാത്ത തമ്പുരാന്റെ കുപ്പ ചുരട്ടി കൂലിയായി കിട്ടിയ നാഴി അരി കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ചോണ്ടാ നമ്മള് ജീവിച്ച്. അച്ഛന്റെ അത്താനം കൊണ്ടാണ് ഈ വളർന്നതും പഠിച്ചതും. അത് മറക്കണ്ട. നല്ല മക്കളോടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മോനെ ഇത്തിരി കൂടുതൽ പഠിച്ചുപോയി, അതാ അത്ര വട്ടലായത്. മോന്റെ വേണ്ടാത്ത ചങ്ങായിത്തരാ മോനെക്കെ ഓലത്തിലാക്കിയത്. വലിയ പഠിത്തോ സാഹിബിന്റെ മാതിരിയുള്ള നടത്തോ വലിയ ഡിഗ്രിക്കാരനായിട്ടാണ് നടന്നു. കഞ്ചാവ് വലിച്ചു കള്ളു കുടിച്ചു ജീവിതം തുമ്പില്ലാതാക്കി. ഇനി ഇവരെ പറ്റി നമുക്ക് യാതൊരു കൂതിയും വേണ്ട. ഓരോ മക്കളെ പോറ്റി വലുതാക്കാൻ വേണ്ടി കഷ്ടപ്പെടുക തള്ളിയും തന്തി. ഓൾക്ക് ഇങ്ങോട്ട് ചിന്തയിട്ടുണ്ടോ? ഓല ഓല വഴിക്ക് പോവല്ലേ, ഓല സുഖവും നേടി പോവല്ലേ. വേണ്ട, അവകാശത്തിന്റെയും ഉപദേശത്തിന്റെയും വഴിയെ നീങ്ങണ്ട. അകലെ കിടന്ന് തമ്പുരാന്റെ വിഴുപ്പും ചുമന്ന് നിങ്ങൾ എന്ത് നേടി? തമ്പുരാന്റെ സ്നേഹം നേടി. കൂട്ടത്തിൽ ദാനമായിട്ട് ഇത്തിരി മണ്ണും അത് വിറ്റ് നശിപ്പിക്കാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ചടാ. എന്നാലോ നിന്റെ മോത്തരി ഗാനം കൊണ്ട് എന്തുണ്ടാക്കി? മോനൊലക്കേടെ മൂടാണ്ടാക്കി. ഒരു കൈക്കോടെടുത്ത് കൊത്തുകയാണെങ്കിൽ എത്ര നന്നേനും. 1000 പേര് ഓരോരോ ഡിഗ്രിക്കാരെ. എന്നിട്ടോ പണിയൊന്നും കിട്ടാതെ ചങ്ങായിമാരൊപ്പരം കള്ളും കുടിച്ച് തെക്കും വടക്കും നടന്നു. അതും പോരാഞ്ഞ് ഒരു പാവം പെൺകുട്ടീനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അതിന്റെ ജീവിതം നായ്ക്കും നയ്ക്കും ഇല്ലാതെയാക്കി. അതിനും വഴി എനിക്ക്. നാളെ നിങ്ങളുടെ പുന്നാര മരുമകൾ എന്നെ വലയിലാക്കിയതാ. ഇരുതധാരിയായ എനിക്ക് പിന്നാലെ വന്നതാ ഏറണം കെട്ടവൾ. എവിടെ പോയി എന്റെ പുന്നാര ഭാര്യ തങ്കമണി? എടി തങ്കു, എങ്ങനെ വിളിച്ച ആക്കണ്ട. ഓളിവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? പിന്നെ അവൾ എവിടെ പോയി? അവളെ എന്റെ കൈ കിട്ടിയ പുറത്ത് 2 എണ്ണം കൊടുത്ത് കൈത്തരിപ്പൊന്ന് മാറ്റാമായിരുന്നു. നിക്കണാണ് ഒരു പെൺകുട്ടിയെ താലി കെട്ടി വയ്യാറാക്കിയിട്ട് നിന്ന് കുരക്കായി ഓളെ പാട്ടിന് പോയി. എന്തിനാ ചിരിക്കട്ട മൂപ്പരെ വയസ്സുകാലത്ത് കളവ് പറയുന്നത്? അച്ഛൻ പറഞ്ഞത് നേരാ. ഒരു പെണ്ണ് എത്ര കാലാച്ചിട്ടോ കണ്ണീരൊഴുക്കി കഴിയ. ഒരു കുഞ്ഞെങ്കിലും ഇങ്ങക്ക് ഉണ്ടായില്ലെങ്കിൽ ഓളെല്ലാം സഹിച്ച് നിന്റെ കൂടെ പൊറുക്കീന്. ആ ഭാഗ്യം പോലും എനിക്കുണ്ടായില്ലല്ലോ. അപ്പോൾ അവൾ പോയി അല്ലേ? എന്നെ ധിക്കരിച്ച് അവൾ പോയി. അവൾക്കതിന് ധൈര്യം കൊടുത്ത എന്റെ അനിയനെ അമ്മായിപ്പിനെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ഓർത്തോണ്ടുള്ള കരച്ചിൽ ഈ ഇവിടെ നിർത്തിക്കോ. മനസ്സിനെ കല്ലാക്കി മാറ്റുന്നതാ നല്ലത്. എന്താ മൂപ്പര് ഇവിടുന്ന് ഒരു ഒച്ചയും പിടിയൊക്കെ കേട്ട്? നിങ്ങളെ മോൻ കുടിച്ചു വന്ന് എന്റെ ആറാമറപ്പറ്റം കാട്ടിയോ? വൈ എന്റെ അമീനെ
ഞങ്ങളെല്ലാം കൊണ്ടും മടുത്തുപോയി. എന്തേ ഓനിങ്ങനെ ഇൻകിലാബ് ഉണ്ടാക്കാൻ കാരണം? കാര്യമൊന്നുമില്ല അമിനെ. ഓൻ കുടിച്ച് വന്നപ്പോ ഓനെ ചവിട്ടിക്കൂട്ട് ഓന്റെ ഓളിവിടെ ഉണ്ടായില്ല. ഓളെല്ലാം വെറുക്കി കെട്ടി ഓളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓളെ വീട്ടിലേക്ക് പോയി. ഓക്കിപ്പ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? കെട്ടിയ പെണ്ണിന്റെ താലി പൊട്ടിച്ചാലേ തീർന്നില്ലേ ആ ബന്ധോ. അള്ളോന്റെ ബദ്രീങ്ങളെ, ഓൻ അങ്ങനെയും ചെയ്തോ? എന്നാ പിന്നെ ഓള് പോയതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ള് കുടിച്ച് നടക്കുന്ന ഓനെ എന്താ ചെയ്തുകൂടാത്തത്? ഇനി ഓളെ പോരെ ചെന്ന് എന്തൊക്കെ കുറ്റക്കേടാ കാണിക്കാന്ന് ആർക്കറിയാം. ഈ വയസ്സ് കാലത്ത് ഓനെ ഓർത്ത് കണ്ണീര് കുടിക്കാനാ ഞങ്ങൾക്ക് യോഗം. ഈശ്വര, ഇങ്ങനെ ഒരു മക്കളാക്കും കൊടുക്കരുത്. എന്തായാലും ഓൻ അങ്ങനെ ആക്കി വിട്ടൂടാ. പിടിച്ച് പിടിയാലേ ഓൻ നമുക്ക് ദുബായിക്ക് പറഞ്ഞേക്കാം. ആടെ കിടന്ന് ജീവിക്കുകയോ മയ്യത്താവുകയോ എന്താച്ചാ ചെയ്യട്ടെ. എന്നാലേ ഇന്നൊക്കെ ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. മനസ്സമാധാനം അത് ജന്മത്ത് ഞങ്ങൾക്ക് ഇനി ഉണ്ടാവൂല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ മനുഷ്യൻ എപ്പോഴാ എന്നളകാന്ന് ആർക്കറിയാം. ഒന്ന് സമാധാനപ്പെടുത്തിയേ ഒക്കെ ശരിയാവും. എന്നാ നമ്മൾ പോയിട്ട് വരാം. ഓല് രണ്ടാളും പള്ളിയിൽ ഇപ്പൊ വരും. ഇജെന്താ ആലോചിച്ചോണ്ടാ കുത്തിയിരിക്കുന്നത്? ഈ ദുനിയാവിലൊന്നും അല്ലേ? ഓക്കലോ ആനക്ക് എന്ത് പറ്റിന്റെ ചെങ്ങായു? അല്ല, ദണ്ണത്തിനുള്ള മരുന്ന് ഈ നേരത്തിന് നേരം വിഴുങ്ങുന്നില്ലപ്പോ. മരുന്നൊക്കെ നേരത്തിന് തന്നെ കുടിക്കുന്നുണ്ട്. എന്നിട്ടോ മനസ്സിൻ്റെ ഉള്ളിലെ പുകച്ചില് മാറുന്നില്ല. പോക്കരെ എന്റെ നെറുന്തലയില് വച്ചാ വരാ ആർക്കാ മാറ്റാൻ പറ്റുക? അന്റെ വര വല്ലാത്തൊരു വരയായി പോയല്ലോ എന്റെ ചെങ്ങായി. ജി എന്ന് നയിക്കാൻ തുടങ്ങിയതാ എന്റെ പകയ. എന്നിട്ടു ഇപ്പോഴും കരയ്ക്ക് കയറാതെ ദണ്ണും പിടിച്ച് കണ്ണീര് ഒലിപ്പിച്ച് കുത്തിരിക്കുക. അന്റെ യോഗം വല്ലാത്തൊരു യോഗമായി പോയി. എല്ലാറ്റും ഒരു ഭാഗ്യം വേണം പോക്കരെ. എനക്കുള്ളോണോ ഇപ്പൊ എല്ലാവർക്കും അത് കിട്ടുമോ? ഞമ്മക്ക് എങ്ങനെയാ സുബർക്കത്തുണ്ടായതെന്ന് അനക്കറിയാലോ. ഞമ്മള് മീൻ വിറ്റ് മക്കളെ പോറ്റാൻ കഷ്ടപ്പെട്ട കാലത്ത് അന്നോട് ഒരു മുറിവീടി വാങ്ങിയിട്ടല്ലേ ഞമ്മള് വലിച്ചത്. മക്കളെ പോറ്റാൻ വേണ്ടി ഈ വളരെ കഷ്ടപ്പെട്ടു. എന്നാല് മക്കൾ വലുതായപ്പോ ഈ രക്ഷപ്പെട്ടില്ലേ? പണ്ട് മത്തിന്റെ ചോരടിച്ച എന്നെ ഇപ്പൊ വില കൂടി അത്രയല്ലേ മറക്കണത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. മക്കളാല് നന്നാവാന് ഞമ്മള് വല്ലാണ്ട് സുബർക്കത്ത് ചെയ്യണം. ഇനി അങ്ങോട്ട് നന്നായാലോ കഴിഞ്ഞതൊന്നും മറക്കാനും പാടില്ല. എടോ, അന്റെ അടുത്ത് വന്ന് ഞമ്മളെത്ര കഞ്ഞിവെള്ളം വാങ്ങിക്കുടിച്ച്. എന്തായാലും ഈ വലിയ പൈസക്കാരനായിട്ടു കഴിഞ്ഞതൊന്നും മറന്നില്ലല്ലോ. എന്റെ പഴയ ചങ്ങാതിയായിട്ട് ഈ എന്നും എന്റെ കൂടെ ഉണ്ടല്ലോ. എന്റെ ചിരണ്ട മക്കള് നന്നായപ്പോ 4 കായി എന്റെ കജ്ജി വന്ന് വെച്ച് അന്നെ ഞമ്മക്ക് മറക്കാൻ പറ്റൂ? ഞമ്മളിപ്പോ വന്നത് അന്നോട് ഒരു കാര്യം പറയാനാ. അന്റെ ആ കുണ്ടുണ്ടല്ലോ രാമൻകുട്ടി, ഓനെ കൊണ്ടുള്ള മുസീബത്ത് ഉമ്മണി കൂടുണ്ടോ? എന്താ പോക്കരെ, എന്താ കാര്യം? പണ്ട് ഓൻ പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് ഒരു കൂട്ടം കുണ്ടന്മാരെ ഇബിലീസാണെന്ന് പറഞ്ഞ് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതും അതിലൊന്നും മയ്യത്തായതും അന്ന് അക്കൂട്ടതെന്ന് എന്റെ മോനെ രക്ഷിച്ചത് അയ്യോ എന്റെ നേതാക്കന്മാർ കൂടിയല്ലേ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് ഓനെ പോലീസ് പിടിച്ചതേ സംശയത്തിന്റെ പേരിലാ. പക്ഷെങ്കില് ഇനി ഓനെ പിടിക്കുക ശരിയായ കാര്യത്തിനായിരിക്കും ആ ഞമ്മക്ക് തോന്നുന്നത്. എന്താ പോക്കരെ, ഓൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്തോ? മോശമൊന്നുമല്ല, മയക്കുമരുന്ന്.
പള്ളിത്താഴത്ത് കുണ്ടന്മാർക്ക് മയക്കുമരുന്ന് കൊടുത്ത് ബയ്യ തെറ്റിക്കുന്നതെന്ന് ആ ഓന്റെ എതിർക്കുള്ള പരാതി. ഈശ്വരാ, അവൻ കള്ളു കുടിച്ചെന്ന് കുടുംബം അലമ്പാക്കുന്നതിന് പുറമെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയോ? ഓന്റെ പിന്നിലെ വലിയ വലിയ ആൾക്കാരുണ്ട് എന്നാ കേൾക്കുന്നത്. എന്തായാലും പോലീസിന്റെ കയ്യിൽ കിട്ടിയ കഴിച്ചിലാവാൻ ചിരി പാടുന്ന വലിയ ചങ്ങായ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. രാമൻകുട്ടിയെ ചെയ്താക്കി തരുമോ? ചിരന്ത അന്റെ വിഷമോ ഞമ്മക്കറിയാം. പക്ഷെങ്കില് ഞമ്മൾ എങ്ങനെയാ ഒന്ന് ഒറ്റിക്കൊടുക്കുക? അന്റെ മോയെ ഞമ്മളീ കുണ്ടനല്ലടോ. എന്താ മോനെ എന്ത് പറ്റി? എന്താടാ നൂറാമുട്ടി നായിന്റെ പേര് കളിക്കുന്നത്? ഓന്റെ അളിയൻ ചോയ്ക്കുട്ടിയായിട്ടോ? ഓന്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കഥ ഉണ്ടാക്കുന്നത്. മോനെ ബഷീര് രാമൻകുട്ടിയെ ഒരു തച്ചു കൊന്നോ? എന്തെങ്കിലും പറ്റിയോ? രാമൻകുട്ടിയുടെ കയ്യിൽ കിട്ടി മോൻകുട്ടി കോഴിക്കുട്ടിയുടെ പല കുത്തി കെട്ടി. നിങ്ങളെ ഓന്റെ കൊടല് പുറത്തായോ? പഠിച്ചോനെ ഓ മയ്യത്തായോ? മയ്യത്തായിട്ടില്ല, മയ്യത്താവുന്ന എല്ലാരും പറയില്ലേ. ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഈശ്വരാ, എന്റെ കുട്ടി എന്തിനുള്ള പുറപ്പാടാ. എന്നിട്ട് രാമൻകുട്ടി ആടെ പോയി? രാമൻകുട്ടിയുടെ പള്ളിക്കാരത്ത് കള്ളുസാപ്പുണ്ട്. പോലീസുകാർ ഇപ്പൊ വരുന്ന എല്ലാരും പറയില്ലേ. എന്നാ ഞങ്ങൾ പോട്ടെ. പോലീസുകാർ എന്റെ കുട്ടീനെ പിടിച്ചോട്ട് പോവോ? ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ആ ചോയ്ക്കുട്ടി എങ്ങാനും മയ്യത്തായാല് രാമൻകുട്ടിക്ക് ജയിലിൽ കിടന്ന് ഗോതമ്പിന്റെ ഉണ്ടെങ്ങനെ മിണങ്ങ. ദൈവേ, എന്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ. ഞാനും 10 മാസം ചുമന്ന് പറ്റ കുട്ടി ജയിലിൽ കിടത്ത് നിറയിക്കുന്നത് കാണുമ്പോ ഈ അമ്മ എങ്ങനെയാ സഹിക്കുക? വേണ്ട, ഓരോത്ത് ആരും എന്നെ കണ്ണീര് കൊടുക്കണ്ട. ഓൻ ജയിലിൽ കിടന്ന് കുറച്ച് നിറയിക്കട്ടെ. ചിരണ്ട ഈ വർത്താനോ അന്റെ കൽവിലെ ബേജാറിന്റെ തീക്കല്ലാണ് എന്ന് ഞമ്മക്കറിയാം. പക്ഷെങ്കില് അച്ഛനമ്മമാരുടെ വിഷമോ ഈ അറാൻ പറഞ്ഞ മക്കൾക്ക് നിച്ചല്ലല്ലോ. ഈശ്വരാ, ഞങ്ങളെ കുട്ടി മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മധുരക്കിനാവുകൾ കാണരുതേ. പെറ്റു വളർത്തിയോരമ്മതൻ കനവും പോറ്റി വളർത്തിയോരച്ഛന്റെ ദിനവും കാണാതെ പോകുന്ന മക്കളെ നിങ്ങൾ. കാലത്തിൽ വെറുമൊരു അവശകുനം, കലികാലത്തിൽ നിറയുന്നൊരവശകുനം. മദ്യപാനം കുടുംബത്തിന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തും എന്ന കാര്യം ബോധിപ്പിച്ചുകൊണ്ട് ഈ നാടകം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.